ജയിൽ എന്ന് പറയുന്നത് പഴയ കാലങ്ങളിലെ പോലെ പ്രിസൺ ആളുകൾ അടച്ചിടാനുള്ള ഒരു സംവിധാനമായിട്ടല്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കൊടും കുറ്റവാളിയായ ഗോവിന്ദചാമി ജയിൽ ചാടി. മണിക്കൂറുകൾക്ക് ശേഷം ആ വാർത്ത പുറം ലോകവും പോലീസും അറിയുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടിയിലാകുന്നു, നാട്ടുകാർ കണ്ടെത്തുന്നു. നാട്ടുകാരുടെ സഹായത്തോടു കൂടി പോലീസ് അയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. അവലോകന യോഗം ചേരുന്നു. 2 പേരടങ്ങുന്ന സമിതിക്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകുന്നു. സമഗ്രമായ അന്വേഷണം നിർദ്ദേശിക്കപ്പെടുന്നു. പ്രത്യേക സമിതി അതിനുവേണ്ടി ഉണ്ടാകുന്നു. പോരാഞ്ഞൊരു പുതിയ ജയിൽ തന്നെ പണിയാനുള്ള തീരുമാനമുണ്ടാകുന്നു. വമ്പൻ CCTV സംവിധാനങ്ങൾ, ഇലക്ട്രിക് ഫെൻസിംഗ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം നവീകരണം എന്നുള്ളതാണ് പുതിയ തീരുമാനം. ശ്രീ M. പ്രകാശൻ മാസ്റ്റർ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, അപ്പോൾ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് ഇന്ന് പുറത്തിറക്കിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്തരത്തിൽ ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ ഈ ഇങ്ങനെ ഒരു വീഴ്ചയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ കഴിയാവുന്ന പുതിയ നിലപാടുകൾ, പുതിയ നടപടിക്രമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. അതിൽ കൃത്യമായി പുതിയ CCTV സംവിധാനം ഒരുക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ സൂക്ഷ്മമായ നിരീക്ഷണം നടപ്പിലാക്കുന്നതിന് വേണ്ടി സൂക്ഷ്മതലത്തിൽ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഇന്റലിജന്റ് CCTV 4 പ്രധാന ജയിലുകളിൽ സ്ഥാപിക്കും എന്നുള്ളതാണ് ഒരു നിർദ്ദേശം. പക്ഷെ മാഷേ, ഈ CCTV നിരീക്ഷിക്കാൻ ആരെ കൊണ്ടുവരും നമ്മൾ? ഇതില് ഈ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യം ജയിൽ മേധാവി ഇന്നലെ തന്നെ പരസ്യമായി വ്യക്തമാക്കിയതാണ്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിലും അതീവ ഗൗരവതരമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം കൃത്യമായ നിലക്ക് തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഉൾപ്പെടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള സംഭവമാണ് അത്. ഒരു കാരണവശാലും ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നിലയിൽ നിലവിലുള്ള പോലീസ് അന്വേഷണം, ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറി, അതിന് പുറമെ ഒരു ഉന്നതതല അന്വേഷണം കൂടി ഗവൺമെൻറ് തീരുമാനിക്കുകയും ഇവിടെ ഇപ്പോൾ മാധു സൂചിപ്പിച്ചതുപോലെയുള്ള കുറേ ഗൗരവമായ നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ജയിൽ മേഖലയെ കുറേ കൂടി ശക്തമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ജയിലിലെ തടവുകാരുടെ ഈ തെറ്റായ നിലക്കുള്ള നിലപാടുകൾ ഇല്ലാതാക്കുന്നതിനും അതുപോലെ ജയിലിൽ കുറേ കൂടി ജോലിഭാരം കുറക്കുന്നതിനും അതുപോലെ തടവുകാരുടെ അവരുടെ സൗകര്യങ്ങൾ കുറേ കൂടി, കാരണം ജയിലെന്ന് പറയുന്നത് പഴയ കാലങ്ങളിലെ പോലെ പ്രിസൺ ആളുകൾ അടച്ചിടാനുള്ള ഒരു സംവിധാനമായിട്ടല്ല, കറക്ഷണൽ സെന്റേഴ്സ് എന്നുള്ളതിലേക്കാണ് കാണുന്നത്. അല്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വളരെ ഗൗരവതരമായ നിലയിൽ തന്നെ കണ്ടുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഈ കാലമത്രയും LDF-ന്റെ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഉദാഹരണത്തിന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന 2014 ജയിൽ വകുപ്പിൽ ആകെ ഉണ്ടായിരുന്ന എക്സിക്യൂട്ടീവ് എന്ന ഒരു നിലപാടല്ല എന്ന് നിങ്ങൾക്ക് കാണാം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാണുന്നത് എന്താണ് എന്നതൊരു പ്രശ്നമുണ്ട്. വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ കണ്ണു തുറന്നു മനുഷ്യൻ കാണുന്ന ദൃശ്യങ്ങൾക്ക് മുന്നിലിരുന്ന് വളരെ ഗംഭീരമായിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്ന സംവിധാനം ഇവിടെ ഇല്ല. കേരളം ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കൊടും ക്രിമിനൽ ജയിൽ എടുത്തു ചാടി തിരിച്ചു വരുന്നു. അതിമാനുഷനായ ഒരു കഥാപാത്രത്തിന്റെ സകല പരിവേഷങ്ങളോടും കൂടി കേരള പോലീസിനെയും ജയിൽ വകുപ്പിനെയും ജയിൽ ഉദ്യോഗസ്ഥരെയും ഒക്കെ അമ്പാടെ തലകുനിപ്പിച്ച് നിർത്തുന്ന തരത്തിൽ വീരസാഹസിക കൃത്യം കാണിച്ചതിന് ശേഷം തിരികെ പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും മികച്ചതാണെന്ന് കാണാം എന്ന് പറയുമ്പോൾ കാണാൻ കഴിയുന്നില്ല. ഇത് മാധു പറയുന്നത് കേട്ടാൽ തോന്നുക കേരള ചരിത്രത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ജയിൽ ചാട്ടമാണ് ഗോവിന്ദചാമിയുടേതെന്ന. എന്നാൽ അങ്ങനെയല്ലല്ലോ. ഇവിടെ കേരളത്തിൽ തന്നെ 2011-ലും 2013-ലും അതീവ സുരക്ഷയുള്ള തിരുവനന്തപുരം ജയിലിൽ നിന്ന് 5 പേര് ചാടിപ്പോയ കാര്യം സംബന്ധിച്ച് നമ്മളാരും മറന്നുപോയിട്ടുള്ളതല്ല. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ചാട്ടം ഒന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുള്ളതാണ്. നേരത്തെ റിപ്പർ ജയാനന്ദൻ 7 കൊലക്കേസിൽ, 7 കൊലക്കേസ് പറഞ്ഞാൽ ഒരു കൊലക്കേസ് ഡബിൾ കൊലയാണ്, അതുപോലെ 50 മോഷണ കേസുകളിൽ എല്ലാം പ്രതിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജയിൽ ചാട്ടമാണ് ഈ കേരളത്തിലെ ജയിൽ ചാട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലക്ക് വന്നിട്ടുള്ള ജയിൽ ചാട്ടം. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇവിടെ പഞ്ചാബിലെ അവിടുത്തെ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്തിയിട്ടുള്ള ജഗ്താർ സിംഗ് പവാർ, അദ്ദേഹം ജയിൽ ചാടിയതാണ്.
ചാൾസ് ശോഭാരാജനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം ഇത് ജയിൽ ചാടിയിട്ടുണ്ട്. competition item നട്വറ അല്ലല്ലോ. അറിയപ്പെടുന്ന ക്രിമിനലാണ്. അല്ല, അതുപോലെ അതിപ്പോ ഷേർ സിംഗ്. അതൊക്കെ അപ്പോൾ നടക്കുന്നത് ഞാൻ നമ്മുടെ നാട്ടിൽ പറയുന്നത് നടക്കണമെന്നില്ലല്ലോ. ഇതൊരു ഇതിന്റെ പ്രശ്നം ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ജയിൽ ചാട്ടമല്ല എന്ന് നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ നടന്നതിനെ ഇന്ത്യ പറ്റി ഞാൻ ആദ്യം ചരിത്രത്തിലെ പറഞ്ഞത്. ആദ്യത്തെ സർക്കാരുമല്ലല്ലോ നമ്മുടേത്. നമ്മുടെ മേന്മകളെല്ലാം നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമുക്കുണ്ടാകുന്ന വീഴ്ചകൾക്ക് ഉത്തരവാദിത്തം കൂടി ഉണ്ടാവണ്ടേ? അവിടെ പക്ഷെ എവിടെ നിന്നോ ഒരു സിസ്റ്റം വന്ന് അതിന്റെ നടുക്ക് നിൽക്കുകയാണ് സർക്കാരിനും ജനങ്ങൾക്കുമിടയിൽ. ശരിയല്ല അത്. ഇതിപ്പോൾ 2011-ലും 2013-ലും നടന്നിരിക്കുന്ന 5 ജയിൽ ചാട്ടങ്ങളെ സംബന്ധിച്ച് വേണമെങ്കിൽ പേരും അവരുടെ കേസ് സംബന്ധിച്ചൊക്കെ എനിക്ക് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞത് ഇവിടെ LDFന്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ കാര്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് നിലവിലുള്ള ജയിൽ സംവിധാനത്തെ കുറേ കൂടി മെച്ചപ്പെടുത്താൻ. ഇപ്പോൾ LDFന്റെ ഗവൺമെൻറ് വരുന്ന കാലത്ത് കേരളത്തിലെ ആകെ ജയിൽ സ്ട്രെങ്ത് 1647 ഇന്ന് അവരുടെ എണ്ണം 2168. അവരുടെ ജയിൽ ഭാരം അവരുടെ തൊഴിൽ ഭാരം പരിഗണിച്ചുകൊണ്ട് ആളുകളുടെ ഒരുപാട് പോസ്റ്റുകൾ അനുവദിച്ചു. ഇന്നിപ്പോൾ അത്യപൂർവമായ നിലക്ക് മാത്രമേ ഇവിടെ വേക്കൻസികൾ നിലവിലുള്ളൂ. എന്നു മാത്രമല്ല, നിങ്ങൾക്ക് ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരുപാട് ശ്രമങ്ങൾ ഈ കേരളത്തിൽ ഇക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അവാർഡുകൾ ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് കേരളത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ അവാർഡ് കിട്ടിയിരിക്കുന്ന പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഫോറൻസിക് പരിശോധന ഏറ്റവും മികച്ചത് ഇന്ത്യ രാജ്യത്ത് കേരളത്തിലാണ് എന്ന് രേഖപ്പെടുത്തിയത് മറ്റാരുമല്ല, കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ്. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള നമ്മുടെ സർക്കാരിന്റെ നേട്ടമല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ വീഴ്ച മാത്രം സർക്കാരിനില്ല. അല്ല, അങ്ങനെയല്ല. ആ നേട്ടങ്ങളെല്ലാം ഉള്ള സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ സമീപകാലത്തായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ യാദൃച്ഛികമായ സംഭവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചില ഒറ്റപ്പെട്ട കാര്യങ്ങളോ ഉണ്ടാവില്ല എന്ന് എത്ര കർശനമായ നിലപാട് പറഞ്ഞാലും ഉണ്ടാവാതിരിക്കില്ല. എന്നാൽ നടക്കുന്ന കാര്യം എന്താ? നടക്കുന്ന കാര്യം അത്തരം ചെറു സംഭവങ്ങളെ പർവ്വതീകരിച്ച് അതിനെ ജനറലൈസ് ചെയ്ത് ആ മേഖലയാകെ തന്നെ വളരെ മോശമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുകയാണ്. ഇപ്പോൾ കോട്ടയത്ത് അവിടെ ആശുപത്രി കെട്ടിടം പൊളിഞ്ഞു വീണ് ഒരാൾ മരിച്ചു, നിർഭാഗ്യരാണ്. പക്ഷേ അത് വെച്ചുകൊണ്ട് നടന്ന കാര്യം എന്താ? ഈ കേരളത്തിലെ ഗവൺമെൻറ് മരണവ്യാപാരികളാണോ എന്ന ചർച്ചയാണ്. കേരളത്തിലെ ആരോഗ്യരംഗമാകത്തിൻ്റെ വെന്റിലേറ്റർ എന്ന ചർച്ചയാണ്. ഇലക്ട്രിസിറ്റിയുടെ കമ്പി പിടിച്ചിട്ട് ഒരു കുട്ടി മരിച്ചു. എന്താ ചർച്ച? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ എന്തോ കൊള്ളരായ്മ കൊണ്ടാണ് ആ കുട്ടി മരിച്ചതെന്നാണ്. എന്നാൽ അതേ അവസരം ആംബുലൻസ് തടഞ്ഞിട്ട് ഒരു സർക്കാർ മരണവ്യാപാരിയാണോ എന്നൊരു ചർച്ച ഇവിടെ ഉണ്ടായിട്ടില്ല. മരണവ്യാപാരി എന്ന വാക്ക് പിറ്റേ ദിവസത്തെ ദേശാഭിമാനി പത്രത്തിൽ പ്രതിപക്ഷത്തിനെതിരെയാണ് ഉണ്ടായത് എന്ന് തോന്നുന്നു. അപ്പോൾ അത്തരമൊരു ചർച്ച എന്തായാലും ഇവിടെ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഏതെങ്കിലും മാധ്യമം ആ തലക്കെട്ടിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ആ കൃത്യമായതെടുത്ത് പറയുകയും ചെയ്യാം. ഈ വിഷയത്തിൽ കഴിഞ്ഞ 2-3 ദിവസം ആ സംഭവം ഉണ്ടായപ്പോൾ ചർച്ച ചെയ്ത ഒരാളാണ് ഞാൻ. മരണവ്യാപാരികളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണോ എന്ന തലക്കെട്ടിലും ഈ സ്ഥാപനത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. ആരോഗ്യകരമായ ചർച്ച എന്നുള്ളതാണ് ഇവിടുത്തെ നയം. എനിക്ക് അതിനെ മറുപടി പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ പിന്നെ അങ്ങ് പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി ചെയ്യുന്ന ഒരു കാര്യം, എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായാൽ അത് സർക്കാരിന് മുഴുവൻ പരാജയം എന്ന നിലയ്ക്ക് അതിനെ പർവ്വതീകരിച്ച് കാണിക്കുക എന്നുള്ളതാണ്. പക്ഷെ പാർട്ടി കുറച്ചു കാലമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതുവരെയുള്ള കിട്ടിയ മുഴുവൻ പൊന്തൂവലും എടുത്തങ്ങ് മുന്നിൽ വെക്കുകയാണ്. എന്നിട്ട് ഈ പൊന്തൂവലിനെ മുഴുവനും ചീകി ഒതുക്കി വെച്ചതിന് ശേഷം മാത്രമേ ആ വീഴ്ചയെ പറ്റി ചർച്ച ചെയ്യുള്ളൂ എന്ന് പറയാണ്. മാഷിപ്പോൾ പറഞ്ഞ് കേരളത്തിന് മുഴുവൻ അവാർഡും പറയും, പക്ഷേ ഈ കാര്യത്തെക്കുറിച്ച് മാത്രം പറയില്ല. ഇത് നിങ്ങൾ ഒരു കാര്യത്തെ ഇപ്പോൾ മാധു ഒരു നല്ല മാധ്യമപ്രവർത്തകയാണ് എന്ന് എങ്ങനെയാണ് ജനം വിലയിരുത്തുന്നത്? ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുണ്ടായിട്ട് തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല, നിങ്ങളുടെ ജനറൽ പെർഫോമൻസ് എന്താണ് എന്ന് നോക്കിയാണ് മാധു മോശമല്ലാത്തൊരു മാധ്യമപ്രവർത്തകയാണ് എന്ന് കേരളം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പൊതുവായ കാര്യത്തെ വെച്ചുകൊണ്ടാണ് വിലയിരുത്തുക. നിർഭാഗ്യവശാൽ നടക്കുന്നത് ഇവിടെ വിലയിരുത്തൽ ഒരു പ്രത്യേക കാര്യത്തെ വെച്ചുകൊണ്ട് സംഭവത്തെ ആകെ വിലയിരുത്താൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയാണ്. അത് മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു പണിയല്ല. നിങ്ങളിപ്പോൾ 99% ശരിയുണ്ടാകുമ്പോൾ 1% തെറ്റ് സ്വാഭാവികമാണ്. ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് മരം മറിഞ്ഞ് കാട് കാണാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന കാര്യം അത് ശരിയല്ല. മരത്തെയും കാടിനെയും ഒരുപോലെ താരതമ്യം ചെയ്യാനും പാടില്ല. ഇപ്പം ഞാനൊരു മാധ്യമപ്രവർത്തക അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തക എന്ന് പറയുന്നത് ജനങ്ങളുടെ ചെലവിൽ അല്ലെങ്കിൽ അവരുടെ നികുതി പണം വെച്ച് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സംവിധാനമേ അല്ല. സാലറി മേടിക്കുന്നതും അങ്ങനെയല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെർഫോമൻസ് അങ്ങനെയല്ല, അല്ലെങ്കിൽ മറ്റ് ഓപ്ഷൻ ഉണ്ട് എന്നത് ജനങ്ങൾക്ക് മുന്നിൽ കിട്ടുന്ന വലിയ അധികാരമാണ്. പക്ഷേ ഇത് 5 വർഷക്കാലത്തേക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ ഇതാ 9 വർഷക്കാലം നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ വലിപ്പം അത്രത്തോളം ഉണ്ട്. അടുത്തൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. അപ്പോൾ നമുക്ക് ഒരാളുടെ പ്രവർത്തനത്തെയോ ഒരാളുടെ മേന്മയോ ഒരാളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഗുണത്തെയോ ഒന്നും നമുക്കൊരു സർക്കാരുമായിട്ട് താരതമ്യം ചെയ്യാനോ തുലനം ചെയ്യാനോ കഴിയില്ല. മരം വെച്ച് കാടിനെ അളക്കരുത് എന്ന് മാഷ് പറഞ്ഞതിനെ ഞാൻ അങ്ങനെ തന്നെ അംഗീകരിക്കുകയാണ്. സർക്കാരുകളെ താരതമ്യം ചെയ്യണമല്ലോ.
ഇപ്പോൾ ആരോഗ്യരംഗത്ത് 5 കൊല്ലക്കാലം ഭരിച്ച ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആണല്ലോ ഈ ഗവൺമെൻറ് തൊട്ടു മുമ്പിലുള്ള ഗവൺമെൻറ്. ഓരോ സന്ദർഭത്തിലും ആ കാലത്തെ നിങ്ങൾ താരതമ്യം ചെയ്യുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ആരോഗ്യരംഗം വെന്റിലേറ്ററായ സമയമായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലം. വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ പഠിക്കാൻ പോകാതിരുന്ന കാലം, ആശുപത്രികളിൽ നാട്ടുകാർക്ക് പോകാൻ കഴിയാതിരുന്ന ഒരു കാലം, നമ്മുടെ റേഷൻ ഷോപ്പുകളാകെ തന്നെ മാറാല കെട്ടിക്കിടന്നിരുന്ന കാലം. നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് ഒരിക്കലും അതിനോടല്ല. ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തുമ്പോൾ നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടത് തൊട്ട് മുമ്പിലുണ്ടായ ഗവൺമെന്റുമായിട്ടാണ്. സർക്കാരുകളെ താരതമ്യം ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് ചർച്ചകളിലും മറ്റുമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യേണ്ട, ജനങ്ങളുടെ ജീവനും സുരക്ഷയ്ക്കും ഉറപ്പ് നൽകേണ്ട ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സർക്കാരുകളെ താരതമ്യം ചെയ്യുന്നത് കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും ക്ഷണിച്ചു വരുത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിരുന്നാലും അങ്ങ് സർക്കാരുകളുടെ താരതമ്യത്തിലേക്ക് പോയതുകൊണ്ട് ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകാം എന്നുകൂടി അങ്ങയുടെ അനുമതിയോടുകൂടി വിചാരിക്കുന്നു.